ഹായ് ഫ്രണ്ട്സ്, ഈയിടെയായിട്ട് മോട്ടോ ഇറക്കുന്ന എല്ലാ ഫോണുകളും പ്രാക്ടിക്കൽ ഫോൺ എന്ന ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ഒരുവിധം ഒരു യൂസർക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും, കരിയർ അഗ്രിഗേഷനും, വൈഫൈ, നല്ല ക്വാളിറ്റി ക്യാമറ, നല്ല പെർഫോമൻസ്, ഓവറോൾ ഗ്രേറ്റ് സെറ്റപ്പിലാണ് മോട്ടോ ഫോണുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് പ്രൈസിലാണെങ്കിലും റെക്കമെൻഡബിളായ ഫോണുകളാണ്. ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്ന ഫോണുകൾ എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഫോണുകളാണ്. ഇന്ന് മോട്ടോ ഒരു പുതിയ ഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. എഡ്ജ് 30 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്ത് വരികയാണ്. ഓവറോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ തന്നത്. എല്ലാ മേഖലയിലും എന്ന് പറയുമ്പോൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിക്കാം. എങ്ങനെയുണ്ട് ഈ ഫോൺ, എന്തുകൊണ്ടാണ് ഇത് ഇത്ര നല്ലൊരു പ്രാക്ടിക്കൽ ഫോണായി മാറുന്നതെന്ന്. സോ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് എഡ്ജ് 30 എന്ന ഫോണിന്റെ ബോക്സ്. ബോക്സിനകത്ത് വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ്: ഫോൺ, കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ചാർജർ, ടൈപ്പ് സി കേബിൾ. ചാർജർ 33 വാട്ടാണ്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് മോട്ടോ എഡ്ജ് 30. വേൾഡ് തിന്നസ്റ്റ് 5G ഫോൺ എന്നാണ് ഇതിന്റെ മോട്ടോ വിശേഷിപ്പിക്കുന്നത്. അതായത് 5G ഫോൺ എന്ന് നോക്കിയാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഫോണാണിത്. 6.79 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ്, 155 ഗ്രാം മാത്രമാണ് വെയിറ്റ്. സോ വേൾഡ് തിന്നസ്റ്റ് 5G ഫോൺ എന്നാണ് ഇതിന്റെ വിശേഷണം. ഗോറില്ല ഗ്ലാസ് 3 ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. അതേപോലെ ബാക്ക് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. IP52 വാട്ടർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലൊന്നും പെട്ടെന്ന് വെള്ളം കയറി നാശാവുന്ന അവസ്ഥയൊന്നുമില്ല. അത്യാവശ്യം സ്ട്രോങ് ആയ നല്ല ക്വാളിറ്റി ഫോൺ തന്നെയാണ്. ഇതിന് 2 കളറുകളാണുള്ളത്, ഗ്രേ ആൻഡ് ഗ്രീൻ. ഇതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് സെഗ്മെന്റ് ലീഡിംഗ് 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 144 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് POLED ഡിസ്പ്ലേ ആണ്. HDR10 പ്ലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 ഹെർട്സ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും ഗുഡ് ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസും സ്നാപ്ഡ്രാഗൺ സൗണ്ടും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഇതിൽ കൂടുതൽ വിശേഷണങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ ആവശ്യമില്ല. കാരണം എല്ലാം തികഞ്ഞു കഴിഞ്ഞു. POLED എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലതായി HDR10 പ്ലസ് എല്ലാ ക്വാളിറ്റിയും ഉൾപ്പെടുന്ന ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഗ്രേറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 778G+ ആണ്. ഏറ്റവും പുതിയ വെർഷനാണ്. നല്ല പെർഫോമൻസ്. നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അതിൻ്റെതായ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ പക്ക സ്മൂത്ത് ആണ്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. 6GB 128GB അതേപോലെ 8GB 128GB 2 വേരിയന്റുകളാണ് വരുന്നത്. LPDDR5 റാം വരുന്നുണ്ട്. റാം ബൂസ്റ്റും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് റാം വേണമെങ്കിൽ സ്റ്റോറേജിൽ നിന്ന് ഒരു 2GB എടുത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 6GB റാമിന്റെ ഫോൺ ആണെങ്കിൽ അത് 8GB പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഗെയിമിങ്ങിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സ്മൂത്ത് എക്സ്ട്രീം ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് എക്സ്ട്രീമിൽ തന്നെ കളിക്കാം. ബാക്കി എല്ലാത്തിലും അൾട്രയാണ് അവൈലബിൾ ആവുക. സ്മൂത്തിൽ എക്സ്ട്രീം കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാം. യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിം പ്ലേ ഒക്കെ അടിപൊളിയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളുമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് കാണാം. നല്ല ഡീസെന്റ് ക്വാളിറ്റി ഫേസ് അൺലോക്ക് തന്നെ. ഇതിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അതായത് ആൻഡ്രോയിഡ് 12 ഇപ്പോൾ ഇത് വരുന്നത്. 2 വർഷത്തേക്ക് കൂടിയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇവർ തരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12, ആൻഡ്രോയിഡ് 13, 14 അത്രയും തരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെയും സെക്യൂരിറ്റിയുടെയും കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ലെന്ന് പറയാം. ഇനി ഇതിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 4020 mAh ബാറ്ററിയാണ്. സാധാരണഗതിയിൽ നമുക്ക് കാണേണ്ടുന്ന ഒരു വലിയ ബാറ്ററി നമ്പർ കാണാനില്ല അല്ലെ. 4020 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ടർബോ ചാർജറും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടുന്നുണ്ട്. 4020 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി ലൈഫിൽ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. നോർമലി ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്കുള്ള ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കത് പോരായെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാം, ഒരു പോരായ്മയായിട്ട് ഇതിനെ കണക്കാക്കാം. എന്തായാലും 4020 mAh ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി ഇതിന്റെ 5G സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ 13 5G ബാൻഡുകൾ ഉൾപ്പെടുന്ന ഒരു നല്ല 5G ഫോൺ കൂടിയാണ് ഈ ഒരു മോട്ടോ എഡ്ജ് 30. പിന്നെ കരിയർ അഗ്രിഗേഷൻ, മീമോ എല്ലാ സംഗതികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 3 കരിയർ അഗ്രിഗേഷൻ ആണ് പറയുന്നത്. വൈഫൈ 6E തന്നെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 ഉൾപ്പെടുന്നുണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷൻ അതേപോലെ കണക്ടിവിറ്റിയിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും വരുന്നില്ല. പക്ക കണ്ടീഷനാണ്. ഇനി ഇതിന്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഇതിന്റെ ക്യാമറ കൊണ്ട് എടുക്കാം. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും നല്ല ക്വാളിറ്റി ഇമേജുകൾ. മോട്ടോയുടെ ക്യാമറ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയി. ഒരു രക്ഷയില്ലാത്ത നല്ല ക്വാളിറ്റികൾ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. സെൽഫി ഇമേജുകളാണെങ്കിലും മെയിൻ ക്യാമറ ഇമേജുകളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ധാരാളമായിട്ട് കാണാം. വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യസ് ഫസ്റ്റ് 50 MP വൈഡ് ആംഗിൾ ക്യാമറ എന്നാണ് മോട്ടോ ഇതിനെ പറയുന്നത്. എങ്ങനെയുണ്ട് വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകൾ? നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റി. ഒപ്പം തന്നെ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം.
വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് എന്തായാലും നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരുപോലെ 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ ഇത്തരം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള 1-2 ബ്രാൻഡ് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി ആരും തന്നെയും ഫ്രണ്ട് ക്യാമറയിൽ 4K കൊടുക്കുന്നില്ല. ഈവൻ 50,000 റേഞ്ചിൽ പോയാൽ പോലും പല ബ്രാൻഡുകളും 4K ഒന്നും തരുന്നില്ല ഫ്രണ്ട് ക്യാമറയിൽ. ബട്ട് ഇതിൽ ഫ്രണ്ടിലും 4K വീഡിയോ കിട്ടുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡീസന്റ് ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്കിതിൽ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങളിവിടെ കാണുന്ന തരത്തിലുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സെൽഫി വീഡിയോ ക്വാളിറ്റി 4K തന്നെ നമുക്ക് കിട്ടും. ഇതിന്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഈ രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ ക്യാമറ. സോ ക്യാമറ വൈസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. മോട്ടോ ക്യാമറയിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ റെഡി ഫോർ PC പോലുള്ള സംവിധാനങ്ങൾ, നമുക്ക് PCയിലേക്കൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന റെഡി ഫോർ PC പോലുള്ള സംവിധാനങ്ങളും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ കണക്ടിവിറ്റി എല്ലാ തരത്തിലും അടിപൊളിയാണ്. ഇനി ഇതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കിയാൽ താഴത്തെ സൈഡിൽ സ്പീക്കർ ഗില്ല്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, ഡുവൽ നാനോ സിം സ്ലോട്ട്, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ, ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, ഫ്രണ്ട് സൈഡിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഒരു ഡിസ്പ്ലേ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ. 3.5mm ഹെഡ്ഫോൺ ജാക്ക് മിസ്സിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇനി ഇതിന്റെ സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.13 ആണ്, ബോഡി സാർ വാല്യൂ 1.08 ആണ് വരുന്നത്. വൈഫൈ കോളിംഗ്, OTG സപ്പോർട്ട്, വൈഡ് ബാൻഡ് L1 തുടങ്ങിയവയുണ്ട്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. NFC പോലുള്ള സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ഒരുവിധം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരു ഫോണിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്ന് സാരം. സോ ടോട്ടലി ഈ ഫോൺ ഡിസൈൻ ആയാലും കംഫർട്ട് ആയാലും അതേപോലെ ഡിസ്പ്ലേ ആയാലും പെർഫോമൻസിലായാലും ക്യാമറയിലായാലും ബാറ്ററിയിലായാലും ഫാസ്റ്റ് ചാർജിങ്ങിലായാലും എല്ലാത്തിലും നന്നായിട്ടുണ്ട്. ആകെ നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് വരാൻ പോകുന്നത് ഈ ബാറ്ററി സൈസ് ലേശം കുറവാണെന്നുള്ളതാണ്. ബട്ട് ബാറ്ററി ലൈഫിൽ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിലും ഈ ഫോൺ നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് യാതൊരു ഇഷ്യൂസും ഫേസ് ചെയ്തില്ല. സോ ഇതിന്റെ പ്രൈസ് അപ്പോൾ എത്രയാണ്? 6GB RAM 128GB സ്റ്റോറേജിന് 27,999 രൂപയാണ്. 8GB RAM 128GB സ്റ്റോറേജിന് 29,999 രൂപയാണ്. ഓഫർ ഉണ്ട്. 2,000 രൂപയുടെ ഓഫർ HDFC ക്രെഡിറ്റ് കാർഡിന് മേൽ കിട്ടുന്നുണ്ട്. സോ അതുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 6GB 128GB എന്ന് പറയുന്ന മോഡൽ 27,999 25,999 നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. ആ പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈ ഫോൺ തീർച്ചയായിട്ടും നല്ല ഫോണായിട്ട് തന്നെയാണ്, നല്ലൊരു പ്രാക്ടിക്കൽ ഫോണായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമൽ യൂസർ അല്ലെങ്കിൽ ഒരു കാഷ്വൽ യൂസറൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ തര സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് മോട്ടോ എഡ്ജ് 30 എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.